വി സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് 3-ാം ദിവസത്തിലേക്ക് കടന്നിട്ടും വകുപ്പ് വിഭജനത്തിൽ തർക്കം തുടരുന്നു. നാളെ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് മുഖ്യമന്ത്രി. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് വകുപ്പുകൾ തീരുമാനിച്ച് ഗവർണറെ അറിയിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിയിപ്പ്. വി സതീശൻ മന്ത്രിസഭയുടെ 2ാമത്തെ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നുണ്ട്. എസ് വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിനേഷ്, ഗുഡ് മോർണിംഗ്. 2ാം മന്ത്രിസഭാ യോഗത്തിലേക്ക് കടക്കുമ്പോൾ പോലും വകുപ്പുകളുടെ കാര്യത്തിൽ ആരൊക്കെ ഏതൊക്കെ വകുപ്പിലെന്ന് നിശ്ചയിക്കാനാവുന്നില്ല. പ്രഖ്യാപിച്ച ചില തീരുമാനങ്ങളിൽ പോലും ഏത് മന്ത്രി ഒപ്പിടുമെന്നതിൽ ഒരു തീരുമാനമാകുന്നില്ല. ഈ ഫിഷറീസ് വകുപ്പിൽ ഉടക്കി നിൽക്കുകയാണോ തർക്കങ്ങൾ? ഗോകുൽ, അമൃത, ഗുഡ് മോർണിംഗ്. എന്തായാലും നമുക്കറിയാം, ഇപ്പോൾ 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സത്യപ്രതിജ്ഞ കഴിഞ്ഞ ശേഷം ഇനിയും ഈ വകുപ്പ് വിഭജനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇതിൽ ഗോകുൽ ചോദിച്ച പോലെ ഫിഷറീസ് മാത്രമല്ല, മറ്റുള്ള സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എല്ലാം പരിഹരിച്ച് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ എല്ലാം പരിഹരിക്കും. നാളെയാണ് എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയുള്ളത്. അതിനിടയിൽ ഇന്ന് പ്രോട്ടേം സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നൊരു ദിവസം കൂടിയാണ്. പ്രോട്ടേം സ്പീക്കർ ഇന്ന് ഗവർണർക്ക് മുമ്പിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. അതിന് ഉച്ചയ്ക്ക് മുമ്പായി തന്നെ കൃത്യമായി തന്നെ ഇതിൻ്റെ ഈ വകുപ്പ് വിഭജനം പൂർത്തിയാക്കിയ ശേഷം ഇക്കാര്യം ഗവർണറെ അറിയിക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഫിഷറീസ് വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ ലത്തീൻ സഭ അതായത് ഷിബു ബേബി ജോണോ അല്ലെങ്കിൽ CP ജോണോ പോലുള്ള ആരെങ്കിലും ഈ ഫിഷറീസ് വകുപ്പ് എടുക്കണം, അത് മുസ്ലിം ലീഗ് എടുക്കാൻ പാടില്ല എന്നുള്ളൊരു അവകാശവാദം അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു. ഇതേ തുടർന്ന് ഇന്നലെ മന്ത്രിമാരായ കെ മുരളീധരനും അതുപോലെ തന്നെ CP ജോണും ഇവിടെ എത്തുകയും ഈ സഭാ പ്രതിനിധികളെ അനുനയിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും സഭാ പ്രതിനിധികൾ ആ ഒരു ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇത് മുസ്ലിം ലീഗ് അല്ല, യഥാർത്ഥത്തിൽ ഈ 2 മന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും തന്നെ, കടലിനെ കുറിച്ച് അറിയുന്ന ആരെങ്കിലും തന്നെ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അറിയുന്നവർ ഈ ഒരു വകുപ്പ് അവർക്കാണ് നൽകേണ്ടത് എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കാര്യമാണെങ്കിൽ മുസ്ലിം ലീഗ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കൈകാര്യം ചെയ്തിരുന്ന UDF ഭരണകാലത്ത് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ് സാമൂഹ്യ നീതി വകുപ്പ്. പഴയ സാമൂഹ്യ ക്ഷേമ വകുപ്പാണ്. അത് പിന്നീട് സാമൂഹ്യ നീതി വകുപ്പായി മാറിയതാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്കാണ് ഇത് അവകാശപ്പെട്ട് തങ്ങൾക്കത് ലഭിക്കണം എന്നുള്ളൊരു ആവശ്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുന്നുണ്ട്. തദ്ദേശം മാത്രമാണെങ്കിൽ വേണ്ട, സാമൂഹ്യ നീതി വകുപ്പ് കൂടി ഉണ്ടെങ്കിലേ തദ്ദേശം ഏറ്റെടുക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് ഒരു ഭാഗത്ത് കലാപക്കൊടി ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് കീറാമുട്ടിയായി തുടരുന്നു. അതായത് ഈ വകുപ്പ് വിഭജനം കീറാമുട്ടിയായി തുടരുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ അതിൻ്റെ സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം അത്രത്തോളം ഈ ഘടകകക്ഷികളും മറ്റും എല്ലാം തന്നെ വലിയ തോതിൽ തന്നെ ഈ ഒരു കോൺഗ്രസ് മന്ത്രിമാർക്കിടയിലെ മൂപ്പിളമ തർക്കമൊക്കെ അവസാനിച്ചു. AP അനിൽകുമാറിന് സീനിയറായ തനിക്ക് അത്ര പ്രാധാന്യമുള്ള വകുപ്പുകൾ നൽകുന്നില്ല എന്ന പരാതി ഉണ്ടായിരുന്നില്ല, അതൊക്കെ പരിഹരിച്ചോ? ഗൂഗിൾ അത് പൂർണ്ണമായി പരിഹരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ആ തരത്തിലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെല്ലാം പറഞ്ഞ് അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. നമുക്കറിയാം, മന്ത്രിമാരിൽ നല്ലൊരു വിഭാഗം KC പക്ഷക്കാരാണ്. കാരണം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവരെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഭാവിയിലും അതൊരു വെല്ലുവിളിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, ഇപ്പോൾ മാത്രമല്ല. എന്തായാലും അതെല്ലാം പരിഹരിച്ച്, പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് വകുപ്പ് വിഭജനം പൂർത്തിയാകുന്നതോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മുരളീധരൻ വൈദ്യുതി വകുപ്പ് ലഭിച്ചപ്പോൾ എനിക്ക് ആരോഗ്യ വകുപ്പും ദേവസ്വവുമാണ് വേണ്ടത്, ആദ്യം അങ്ങനെയാണ് തന്നോട് ചോദിച്ചിരുന്നത്. പിന്നീട് അത് മാറ്റി, ഇതല്ലെങ്കിൽ താൻ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ള കടുത്ത തീരുമാനം എടുത്തതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് ആരോഗ്യവും ദേവസ്വവും ലഭിക്കുന്നത്. ഇത്തരത്തിൽ മന്ത്രിമാരെല്ലാം തന്നെ അവരവരുടെ കൃത്യമായി തന്നെ അവരവർ ബാർഗെയിൻ ചെയ്യുന്നുണ്ട്. അവരവർക്ക് ഇന്ന വകുപ്പ് വേണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. പക്ഷേ അന്തിമ തീരുമാനം എടുക്കേണ്ടത് മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ ഘടകകക്ഷികളുമായി കൂടിയാലോചിച്ചും അവർക്ക് വകുപ്പ് വിഭജനം നടത്തിയും മറ്റുമാണ്. കോൺഗ്രസിനും അത്തരത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഈ വിജയസാധ്യത അല്ലെങ്കിൽ ഈ UDF വിജയിച്ചതിന് പിന്നാലെ തന്നെ ഏറെക്കുറെ വകുപ്പിന്റെ കാര്യത്തിൽ UDF-ഉം അതുപോലെ തന്നെ കോൺഗ്രസും ഒരു ധാരണയിലേക്ക് എത്തിയിരുന്നു. കോൺഗ്രസ് പ്രധാനമായും അത്തരത്തിലൊരു ഈ വകുപ്പുകൾ എങ്ങനെ വിഭജിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. പക്ഷേ അതെല്ലാം തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെ ആരും ഈ വകുപ്പുകൾ ഏറ്റെടുക്കാൻ തയ്യാറായത് വന്നതോടുകൂടി വീണ്ടും അത് പ്രതിസന്ധിയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും നമുക്ക് ഇന്ന് ഉച്ചയോടുകൂടി പരിഹരിക്കാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാത്തിരിക്കാം. അതെ, വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും തർക്കങ്ങൾ അതിൽ പ്രത്യേകിച്ച് തന്നെ കോൺഗ്രസിൽ തന്നെ ഓരോ മന്ത്രിമാരും അവരുടെ വകുപ്പുകൾ ഏത് വേണമെന്ന് കടുംപിടുത്തം പിടിക്കുന്നതാണ്, അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. അതെ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.